നമസ്കാരം. എല്ലാവർക്കും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി വെള്ളിയാഴ്ച സസ്റ്റെയിൻ ചെയ്തത്. അതായത് വെള്ളിയാഴ്ച ദിവസം നിഫ്റ്റിയിലെ നല്ലൊരു റാലി ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ഓപ്പണിങ്ങിൽ നിന്ന് 250 പോയിൻറ്റും കഴിഞ്ഞ ആഴ്ചയിലെ ലോയിൽ നിന്ന് 400 പോയിൻറ്റിലേറെയും റാലി രേഖപ്പെടുത്തി 24,500 മുകളിൽ നിഫ്റ്റിയുടെ ഒരു ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും 50,500 എന്ന് പറയുന്ന ഒരു റേഞ്ച് ഓഗസ്റ്റ് മാസം ആദ്യ ദിവസമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റി 50,500 മറികടന്നിട്ടുള്ളത്. അതും ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. നമുക്കറിയാം, സെബിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് ഈ ഒരു ഹിൻഡൽബർഗിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നാണ് നിഫ്റ്റിക്ക് ഇത്ര ഒരു മുകളിൽ പോകാൻ സാധിച്ചത്. മാത്രമല്ല, FISൻ്റെ ഭാഗത്തു നിന്ന് ബ്രൂട്ടൽ സെല്ലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെല്ലും മറികടന്നാണ് നിഫ്റ്റി 24,500 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. FISൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 767 കോടി രൂപയുടെ ബൈയിങ് കണ്ടിരുന്നു. നമുക്കൊരു ആശ്വസിക്കാനുള്ളൊരു വക നൽകുന്നുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസും നടത്തിയിരുന്നു. അത് നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു വക നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് ഇറാൻ മധ്യസ്ഥ ചർച്ചകൾ അത്ര ബലം കണ്ടില്ല എന്നുള്ള ന്യൂസുകൾ പരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ നിഫ്റ്റി അത്ര നെഗറ്റീവായിട്ടൊന്നും ഇതുവരെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 58, ബിറ്റ്കോയിൻ 1,100 പോയിൻ്റ് ഇടിഞ്ഞു. ബ്രൻ്റ് ഓയിൽ 79, ഗോൾഡ് 2,500 പോയിൻ്റ് കയറി. ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ചൈന ഫ്ലാറ്റാണ്, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. അത്ര വലിയ ഇടിവൊന്നും കാണുന്നില്ല, എന്നാൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സും കാണുന്നില്ല. എന്നാൽ ഡോ ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസ് നോക്കാം. കാണാം 50% ലോങ്ങും 50% ഷോർട്ടാണ് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ളവരുടെ ആക്ടിവിറ്റീസ്. അവരും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു സീവിയർ സെൽ ഓഫ് അല്ലെങ്കിൽ നല്ലൊരു ചില സമയത്ത് കാണാം. ഈ ഓഗസ്റ്റ് 5-ാം തീയതി കാണാം 60% ലോങ്. ഇപ്പോൾ 50-50 എന്നുള്ള രീതിയിലാണ് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ്. ഇനി ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ടും ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് നമുക്ക് ബുധനാഴ്ച ദിവസം 11:30 PM ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 24,500 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് 25,000 നിലക്കുന്നുണ്ട്. 24,500 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണെങ്കിൽ കൂടിയും വളരെ അഡ്ജസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് എത്രമാത്രം ശക്തി ഉണ്ടാവുമെന്ന് അറിയില്ല. 24,000 നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കുറേ നാളുകളായിട്ട് വലിയൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 24,000. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് വേദാന്ത ഗ്രൂപ്പ് 1.95% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഇത് ഓൾറെഡി കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. 9% ഫോള് കണ്ടിരുന്നു. എസ്കോട്ട് കുബൂത്ത കമ്പനി UP 4,500 കോടി രൂപ മുടക്കി അവർ ലാൻഡ് അക്യൂർ ചെയ്യുന്നുണ്ട്. ട്രാക്ടർ നിർമ്മാതാക്കളാണ് എസ്കോട്ട് കുബൂത്ത. അപ്പോൾ അവരുടെ പുതിയ പ്ലാന്റ് അവിടെ നിർമ്മിക്കാനുള്ള പദ്ധതികൾ കമ്പനിയൊക്കെ ഉണ്ട്. ടെക്നോ ഇലക്ട്രിക് കമ്പനി ഇവർ പുതിയ 2 പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് ഇൻഡിഗ്രിഡ് എന്ന കമ്പനിയായിട്ട് ധാരണയായിട്ടുണ്ട്. ONGC ഓയിൽ ഇന്ത്യ കമ്പനികളെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് വിൻഫോൾ ടാക്സ് പെർ ടണ്ണിന് 2,100 രൂപ 4,600 നിന്ന് കുറച്ചിട്ടുണ്ട് ഗവൺമെൻറ് എന്നുള്ള ന്യൂസ്. ജീനസ് പവർ ഇവർ 2,925 കോടി രൂപക്ക് ഇവർക്ക് സ്മാർട്ട് മീറ്റേഴ്സ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ ലഭിച്ചു. DCX സിസ്റ്റം കമ്പനിക്ക് 107 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വിവാന്ത ഇൻഡസ്ട്രീസ് കമ്പനിക്ക് 26 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സാം ഇൻഡസ്ട്രീസ് കമ്പനി ഇൻകാർട്ട് സർവീസായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. മദേസൻ സുമി കമ്പനി അബുദാബിയിൽ അവരുടെ പുതിയ ഒരു സബ്സിഡിയറി കമ്പനി ഓപ്പൺ ചെയ്തു. സൺടെക് റിയാലിറ്റി കമ്പനി 35% റവന്യൂ ഫോർകാസ്റ്റ് ഈ ഒരു
ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലെല്ലാം തന്നെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ പെൻ ചെയ്യാം. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മറക്കാനായിട്ട് എത്താം. താങ്ക് യു.